മലയാളി അറബികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അൻത് കേരള എന്ന് ചോദിച്ചാൽ നഅം മാഷാ അല്ലാഹ് മുഹ്തറമീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സംശുദ്ധ സ്വഭാവത്തിനുടമയായവരാണ്. അവരൊരു കച്ചറയിലുണ്ടാവില്ല, അവരൊരു വേണ്ടാവൃത്തിയിലുണ്ടാവില്ല, അവർ കുടുംബം നോക്കാൻ വന്നവരാണ്, ഈ നാട്ടിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരാണ്, അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് കേരള മാഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരവസ്ഥ, ഇത് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചതുകൊണ്ടാണ് നമ്മൾ ഇത് ഇന്ന് വളരെ സന്തോഷത്തോടെ കേൾക്കുന്നത്. എന്നാൽ ദിനം പ്രതി അതിനെ തടയിട്ടുകൊണ്ട് മുഴുവൻ മലയാളികളും സംശയത്തിൻ്റെ മുൾമുനയിലാകുന്നൊരവസ്ഥയാണിപ്പോൾ. ഒരുപാട് ബുദ്ധി മരവിച്ചു പോയ പാഴ് ജന്മങ്ങൾ പെട്ടെന്ന് കാശുണ്ടാക്കണം, കിട്ടുന്നതെന്തോ മയക്കുമരുന്നാണെങ്കിൽ അത് എല്ലാം ഇങ്ങോട്ട് യഥേഷ്ടം എത്തിക്കുന്ന സ്വഭാവം. എടോ, മയക്കുമരുന്നിൻ്റെ ഏത് സംഗതിയാണെങ്കിലും ഇവിടുത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തകർക്കും അതിൽ ഇടപെടാൻ പറ്റൂല. ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഒരു ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂല. അത്രയും വലിയ കുറ്റാണ് മയക്കുമരുന്ന് കടത്തുക, കൈവശം വെക്കുക, ഉപയോഗിക്കുക എന്നുള്ളത്. തലപോകുന്ന കേസാണ്. ഇതൊന്ന് കേട്ടോക്കി. സൗദി ലഹരിക്കടത്ത് കേസിൽ പിടിയിലാകുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തായ്ലൻഡ് വഴി ദമാമിലെത്തിയ മലയാളിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരക ലഹരി വസ്തുവായ 3 കിലോയോളം വരുന്ന ഹഷീഷ്. കേസിൽ സ്വീകരിക്കാനെത്തിയ മലയാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. രാജ്യത്ത് ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന 5ഉം 6ഉം പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളി യുവാക്കളുടെ ലഹരിക്കടത്ത്. കോഴിക്കോട് സ്വദേശിയാണ് ഉംറ വിസയിൽ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നിന്നും ദമാമിൽ എത്തിയത്. മാരക ലഹരി വസ്തുവുമായി എത്തിയ പ്രതിയെയും കൂട്ടാളികളെയും നാടകീയമായാണ് സുരക്ഷാ വിഭാഗം വലയിലാക്കിയത്. വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന സുരക്ഷാ വിഭാഗം വഴിയിൽ വെച്ച് പിടികൂടുകയും ശേഷം കൂട്ടാളികളെ കൂടി വലയിലാക്കുകയും ചെയ്തു. 3 കിലോ ഹഷീഷുമായിട്ടുമാണ് ദമാം എയർപോർട്ടിൽ ഇറങ്ങുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ പുറത്തുവിടുകയും അദ്ദേഹം വളരെ ലാഘവത്തോടെ ഈ സാധനം എത്തിക്കേണ്ട ഒരു തങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് എത്തിപ്പെടാൻ ചെയ്യുന്ന സമയത്താണ് നിരപരാധികളായ 2 പേർ, ഇവരെ കാണാൻ വന്ന 2 പേർ കൂടെ ഇതിന് കൂടെ പിടിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി കേസുകളിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കാളിത്തവും വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് സൗദിയിലെ നിയമ വിദഗ്ധർ. إخواننا المقيمين في المملكة العربية السعودية من الجنسية الهندية ومن الجنسيات الأخرى بالحذر مع التعامل مع الأشخاص المشوهين في قضايا المخدرات للعقوبات الصارمة وفق النظام السعودي نظام الإجراءات الجزائية. ലഹരി കേസുകളിൽ ഇടപെടുന്നതിന് സാമൂഹ്യ പ്രവർത്തകർക്കും ഇന്ത്യൻ എംബസിക്കും പരിമിതികൾ ഏറെയാണ്. ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ മയക്കുമരുന്ന് കേസുകൾ എണ്ണിയാൽ ഒതുങ്ങാത്താണ്. ദമാം സെൻട്രൽ ചെയ്യുന്നതിന് നിരവധി ആളുകളാണ് ഇപ്പോൾ യുവാക്കൾ കിടക്കുന്നത്. കൂടെ യാത്ര ചെയ്യുന്നവരും പിടിക്കപ്പെടുന്നുണ്ട്, കൂടെ താമസിക്കുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്. നിരപരാധികളും ഇക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് വളരെ ഖേദകരമായ സംഗതി. അതുകൊണ്ട് ആരെ വിശ്വസിക്കണം, ആരെ കൂടെ യാത്ര ചെയ്യണം, ആരെ കൂടെ താമസിക്കണം എന്ന് പോലും അറിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മലയാളി സമൂഹം. വക്കീൽ ഓഫീസുകളിലും പോയി കാണാൻ നിരവധി കേസുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മയക്കുമരുന്നിൻ്റെ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ മലയാളി സമൂഹം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ലഹരി മുക്തി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും സൗദിയിൽ സർക്കാർ ചെലവിൽ ലഭ്യമാണ്. تسعى المملكة العربية السعودية تتبنى نهجا متكاملا لمحاربة المخدرات وعلاج الأفراد المتعاطين من خلال التوعية والتثقيف والوقاية والعلاج التأهيلي والتعاون مع الجهات الحكومية فيما يخص معالجة الأفراد من الإدمان للمخدرات. ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന രാജ്യത്ത് വധശിക്ഷകൾ നടപ്പിലാക്കി വരുന്നതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെ വീണ്ടും പിടിയിലാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് 30ഓളം വിദേശികളെ മാത്രം ഇവിടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, വെറും മയക്കുമരുന്ന് കേസിൽ മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ യുവാക്കൾ എങ്ങനെയാണ് ഇതിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്, ഇതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഒരു മനസ്സിലാകാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും പരമാവധി ഇവിടെയുള്ള രക്ഷിതാക്കൾ, ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മറ്റു കുട്ടികളൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് നിരന്തരം അവരൊരു ബോധവൽക്കരണം ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെല്ലാം കണ്ണുപെട്ടിച്ചുകൊണ്ടാണ് ചിലരെ സുഹൃത്തുക്കൾ വഴിയാണ് ഇവർ ആദ്യം ഉപയോഗിക്കാൻ വാങ്ങുന്നു, പിന്നെ അത് വിൽപ്പനക്കാരെ മാറുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക,
വ്യാപക പരിശോധനയാണ്. നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടുകയില്ല. മാത്രമല്ല, ഇവിടെ പല തരത്തിലുള്ള പല സംവിധാനങ്ങളിലൂടെയാണ് അവരിപ്പോൾ മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനുള്ള പല മാർഗങ്ങളും അവരുടെ മുന്നിലുണ്ട് സൗദി ഗവൺമെന്റ് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഒരു തരത്തിലും ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ട. യുവാക്കൾക്കിടയിലെ ലഹരി ഉപഭോഗത്തിനെതിരെ രക്ഷിതാക്കളും പൊതുസമൂഹവും ജാഗ്രതായില്ലെങ്കിൽ കേരളത്തിന്റെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാ മലയാളികൾ. തലയില്ലാതെ ഈ ഉടല് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. പെട്ടെന്ന് കാശുണ്ടാക്കണം, നാട്ടിൽ പോകണം, ഒരു ഡിഫൻഡർ എടുക്കണം, എന്നിട്ട് നാട്ടുകാരെ മുഖത്തേക്ക് ചളി തെറിപ്പിക്കണം. ഈ ഒരു ചിന്തയിലാണ് ഓരോരുത്തരും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലടാ, അങ്ങനെയല്ല. അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അധ്വാനിച്ച് ചോര നീരാക്കി കാശുണ്ടാക്കണം. എന്നിട്ട് പൂവണിയാണ് നിന്റെ സ്വപ്നങ്ങൾ. അതിലാണ് അന്തസ്. മനസ്സിലാകുന്നുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ, തലയില്ലാതെ ഉടല് വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. ഇനിയെങ്കിലും ചിന്തിക്കുക. ഇവിടെ ഏത് നിലക്ക് നിങ്ങൾ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചാലും അതൊക്കെ പിടിക്കപ്പെടുകയും ചെയ്യും. അതിനാരൊക്കെ കൂട്ടുനിന്നോ, ഇപ്പോൾ വന്നവനെ കാണാൻ പോയവരൊക്കെ കുടുങ്ങി, അവർ രക്ഷപ്പെടുമോ? ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയൂല. കേസ് മുഖദ്ദറാത്താണ്. അത് വലിയ പ്രശ്നമാണ്. അത് വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.